Hi friends, എല്ലാവർക്കും മൈസ് ബ്ലോഗ് യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പും അതിലെങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ള രീതി പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ എഡിറ്റിംഗ് അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഏകദേശം മനസ്സിലാവും എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. സിമ്പിളാണ്. ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ആഡ് ഒന്നും വരില്ല. അതേപോലെ തന്നെ അതിൽ പൈസ കൊടുക്കും വേണ്ട. നേരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്താൽ ഗാലറി കാണാം. അപ്പോൾ ഞാൻ വീഡിയോ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ ഈ വീഡിയോസൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈലിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ യുകട്ട് വീഡിയോ എഡിറ്റർ. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ന്യൂ പ്രോജക്റ്റ് എടുക്കുക. ഞാൻ ഇതിലാണ് പൊതുവെ വർക്കൊക്കെ ചെയ്യുന്നത്. ഡ്രാഫ്റ്റിൽ കുറേ വീഡിയോസൊക്കെ കാണും. അപ്പോൾ ആൾറെഡി ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വീഡിയോ ആണ്, പോസ് ചെയ്യാതെ നേരിട്ട് എടുത്ത വീഡിയോ ആണ്. ഒരു സ്റ്റെപ്പ് കയറുന്നത് അത് 3 സൈഡിൽ നിന്നാക്കി എടുത്തതാണ്. അപ്പോൾ അത് ചെറുതാക്കി ചേർക്കാമെന്നാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ഏകദേശം ഈ വീഡിയോ ഉള്ളത് 1 മിനിറ്റും 44 സെക്കൻഡുമാണ്. അപ്പോൾ നമ്മൾ വെട്ടി കുറച്ച് വരുമ്പോൾ സമയം ഏതായാലും ചെറുതാവും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്യണം. കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ വീഡിയോ ടച്ച് ചെയ്തിട്ട് സ്പ്ലിറ്റ് എന്നുണ്ടാവും, ഒരു കത്രിക പോലെ കണ്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള അത് നിൽക്കി കഴിഞ്ഞാൽ അവിടെ കട്ടായി. അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് കയറുന്ന ഫസ്റ്റ് ഭാഗം കിട്ടി. ഇനി നമുക്ക് മുകളിൽ നിന്നുള്ള ഷൂട്ടാണ്. അതിപ്പോൾ ഞാൻ പകുതി കയറിയതിൻ്റെ ശേഷം തിരിച്ചു വരുന്നു. അതേമാതിരി ജസ്റ്റ് കാല് വയ്ക്കുന്ന അവിടെ മാത്രം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ കാര്യം നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറുന്ന വീഡിയോ ആയാൽ തന്നെ ഓരോ പോസ്റ്റിലും ഓരോ ഭാഗം കട്ട് ചെയ്തിടണം. ഇനി നമ്മൾ ക്യാമറയും കൊണ്ട് നേരെ മുകളിലേക്ക് പോവുക. മുകളിൽ നിന്നാണ് ഒരു സൈഡിൽ ക്യാമറ വയ്ക്കാം. അപ്പോൾ ഇതൊന്നും ഇതിൽ ആവശ്യമില്ല. നമ്മൾ സ്റ്റെപ്പ് കയറുന്ന വീഡിയോ ആയതുകൊണ്ട് സ്റ്റെപ്പ് കയറുന്ന ഓരോ ഭാഗങ്ങൾ മാത്രം മതി. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് കയറുന്ന ബാക്കി നമ്മൾ നേരത്തെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നത് കയറുന്ന ബാക്കി ഏകദേശം കയറുന്ന ബാക്കി എന്നുള്ള ഭാഗത്ത് നമ്മൾ ജസ്റ്റ് സ്പ്ലിറ്റ് അടിച്ച് കൊടുക്കാം. സ്പ്ലിറ്റ് അടിച്ചിരുന്നാൽ അവിടെ കട്ടായി പോകും. ബാക്കിയുള്ള ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അവിടെ ജസ്റ്റ് നെക്കി കൊടുക്കുക, എന്നിട്ട് ഡിലീറ്റ് അടിക്കുക. അപ്പോൾ ആ ഭാഗം പോയി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ബാക്കി ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കടുത്ത് ഇവിടെയും ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ ക്യാമറയിൽ നിന്ന് ടച്ച് പോയി, ഇനി ക്യാമറ നമ്മൾ നീക്കി കൊടുക്കണം. അപ്പോൾ ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത് ഈ കയറുന്ന ഭാഗത്ത് മാത്രം. ഈ കയറുന്ന ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്യണം. കാരണം അടുത്ത സ്റ്റെപ്പാണത്. ഈ ബാക്കി നടന്ന് കയറുന്ന മാതിരിയാണ്. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കട്ട് ചെയ്യാനുള്ള ഭാഗം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ അതുപോലെ തന്നെ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. എവിടെയൊക്കെ ഏതൊക്കെയാണ് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്താലേ വീഡിയോ കാണാൻ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിൽ തന്നെ പല ടൂൾസും മുകളിൽ കാണാൻ പറ്റും. ഇതൊക്കെ ഓരോന്ന് യൂസ് ചെയ്യാൻ നോക്കുക. സ്പീഡ് മാറ്റാനും പറ്റും, കുറയ്ക്കാനും കൂട്ടാനും പറ്റും, സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ ആനിമേഷൻ പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ എന്താണ് ഓരോ പോയിൻ്റ് സൂമിങ് ഔട്ട്, സൂമിങ് ഇൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആപ്പ് ഒന്ന് എടുത്ത് ഒരു 3-4 ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കിട്ടില്ല ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാതും കൂടി ഉൾപ്പെടുത്തി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. എന്നാലാണ് ഈ വീഡിയോൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഇനി ഈ ഫുൾ ഡീറ്റെയിൽസ് ടൂൾസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമെങ്കിൽ അങ്ങനെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഒറ്റ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോ. 1 മിനിറ്റ് 44 സെക്കൻഡുള്ള വീഡിയോ നമ്മൾ വെറും 16 സെക്കൻഡാക്കി മാറ്റി.